Hello. Welcome to Market Discussion of the Day. Today, January 28, 2026. വെനസ്ഡേ ആണ്. സോ നമുക്ക് അറിയാം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ ടൈമിംഗ് 12:30 യു കെ ടൈമിംഗ് 7 മണിക്കാണ് അത് വരുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാര്യം അല്ലേ. സോ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൈസ് 5263 എന്ന് പറയുന്ന പ്രൈസ് ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഗോൾഡിൻ്റെ ചരിത്രത്തിൽ നമ്മളിപ്പോൾ എത്രാമത്തെ വട്ടമാണല്ലേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഓൾ ടൈം ഹൈ ഗോൾഡിനെ കുറിച്ച് പറയുന്നത് അല്ലേ. സോ ബേസിക്കലി ഓൾ ടൈം ഹൈയിൽ ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നു. നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ഇന്നലെ എനിക്ക് ഞാൻ നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡിങ് ചെയ്യാനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആക്ച്വലി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2-3 കോൾ വന്ന് ബിസി ആയിപ്പോയി. ഞാൻ ആക്ച്വലി വിചാരിച്ചു ഞാൻ ഇട്ടു എന്ന് വിചാരിച്ചു. സോ ഞാൻ ഇനി മുതൽ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇന്നലെ ഞാൻ റെക്കോർഡ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞത്. ഓക്കെ, സോ എനിവേസ് കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. ഇന്നത്തെ ഫണ്ടമെൻ്റൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഇന്ന് രാത്രിയിൽ നമ്മൾ കലണ്ടർ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് രാത്രി വരാനിരിക്കുന്ന നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ്. ഓക്കെ, സോ ബേസിക്കലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നാളെയാണ്. ആക്ച്വലി നാളത്തെ ഇന്ത്യൻ ടൈമിംഗ് നോക്കാൻ നേരത്ത് 12:30 ഓക്കെ, സോ നമ്മുടെ മെറ്റാ ട്രേഡറിനകത്ത് ഇന്നത്തെ ദിവസമായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ FOMC എന്ന് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഡൊണാൾഡ് ട്രംപും ഫെഡ് ചെയർ പവലും തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലേ. സോ ഡൊണാൾഡ് ട്രംപ് നിയമപരമായിട്ട് പവലിനെതിരെ എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ അതെങ്ങനെയായി തീരും, അല്ലെങ്കിൽ പവൽ എന്തായിരിക്കും അതിന് മറുപടി പറയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പ്രീവിയസ് 3.75 ഫോർകാസ്റ്റ് 3.75 ആണ് എങ്കിലും ഇന്ന് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സമയത്ത് വലിയൊരു ചാഞ്ചാട്ടം, വലിയൊരു വോളറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് നമുക്ക് വൈകുന്നേരം ഒരു 6:30 മുന്നേ ആയിട്ട് US മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഈ ഇൻട്രസ്റ്റ് റേറ്റ് 12:30 വന്നാലും നമ്മളുടെ 1 മണിക്കാണ് FOMC പ്രസ് കോൺഫറൻസ്. ഈ FOMC പ്രസ് കോൺഫറൻസ് നമുക്ക് എന്താ പറയുക, പ്രസ്സിനെ അറിയാമല്ലോ. പ്രസ് സംസാരിക്കുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുത്തിയുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള ബന്ധത്തിനെക്കുറിച്ച് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. സോ അതൊക്കെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് യൂട്യൂബിൽ ഡയറക്റ്റ് ചെയ്ത് കാണുകയും ചെയ്യാം കേട്ടോ. ഈ പറയുന്ന പ്രസ് കോൺഫറൻസ് ഒക്കെ വേണമെങ്കിൽ കണ്ടാൽ മതി. രാത്രി 1:30-1 മണിക്കൊന്നും ഉറക്കം ഒഴിച്ചൊന്നും കാണണ്ട. യു കെയിലുള്ള സമയത്തായിരുന്നെങ്കിൽ ഞാൻ കണ്ടേനായിരുന്നു. UK ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്യൻ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 7 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ബാങ്ക് ഓഫ് കാനഡയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഒരു ചിത്രം മാറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കൊണ്ടിട്ടാണ് പല രാജ്യങ്ങളും ചൈനയായിട്ടുള്ളൊരു ബന്ധം, അതും അമേരിക്ക സഖ്യകക്ഷിയായിട്ട് നിന്ന രാജ്യങ്ങളെല്ലാം ചൈനയായിട്ട് നല്ലൊരു ബന്ധം വെച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു കച്ചവട രീതിയിൽ, അതൊരു ബിസിനസ് രീതിയിൽ അത് എന്തായിത്തീരും, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ബന്ധം കൂടുതൽ ഊഷ്മളമായി കഴിഞ്ഞാൽ US എങ്ങനെ പിടിച്ചു നിൽക്കും, US ഡോളറിൻ്റെ വില കുറയും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കനേഡിയൻ പ്രസിഡൻറ്റ് ചൈന വിസിറ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഓൾമോസ്റ്റ് 6-7 വർഷത്തിന് ശേഷം നമ്മളുടെ UK പ്രൈം മിനിസ്റ്റർ ചൈന വിസിറ്റ് ചെയ്യുകയുണ്ടായി. പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ് ചൈനയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നു. അത് ബിസിനസ് ഡീൽ ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് US പറയുന്നുണ്ട് ചൈനയായിട്ടൊരു ബന്ധം വെക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇവരെല്ലാം വെച്ചു പോവുകയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതിലൂടെ
യു എസിൻ്റെ ശക്തി അല്ലെങ്കിൽ യു എസ് ഡോളർ ഇടിയാൻ പോവുകയാണോ എന്നുള്ളൊരു കാര്യമൊന്നും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോയൊരു കാര്യമാണ്, നമ്മളുടെ ഓൾമോസ്റ്റ് എത്രയോ $320 ബില്യൺ വാല്യൂ ഉള്ള ഗോൾഡ് യു എസ് റിസർവിൽ, ജർമ്മനിയുടെ ഗോൾഡ് യു എസ് റിസർവിലുണ്ട്. സോ അത് ഓപ്പോസിഷൻ പാർട്ടിയും അതേപോലെ ആൾക്കാരും ഒക്കെ പറയുന്നുണ്ട് യു എസിൽ നിന്ന് മാറ്റാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതും പല രാജ്യങ്ങൾ, യൂറോപ്യൻ കൺട്രീസിലുള്ള യു എസ് റിസർവിലിരിക്കുന്ന ഗോൾഡും അല്ലെങ്കിൽ അവരുടെ വിലപ്പെട്ട കാര്യങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും പറയുന്നുണ്ട്. ഇതെല്ലാം യു എസ് ഡോളറിനെ താഴോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മുടെ ഇറാനും യു എസും തമ്മിലുള്ള വാറിൻ്റെ കാര്യം. സോ അത് ബേസിക്കലി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അത് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്ന പരിപാടികളാണോ എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, പിന്നീട് എന്താ പറയുക, അതേപോലെ കാരണം ഇപ്പോൾ പെട്ടെന്ന് കയറി ഗ്രീൻലാൻഡിനെ നമുക്ക് നേരത്തെ വെനിൻസുല പോലെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വെനിൻസുലയിൽ ആക്ച്വലി വെനിൻസുല തിരിച്ചടിച്ചതൊന്നുമില്ല. കഴിഞ്ഞ വട്ടം ചെയ്തപ്പോൾ വെനിൻസുല തിരിച്ചടിച്ചതോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്തൊരു രാജ്യമാണ് അല്ലേ. പക്ഷേ ഇറാൻ അങ്ങനെയല്ല, ഇറാൻ തിരിച്ച് പണി കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരാം. ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ JPY തന്നെ വരാം. JPY ആക്ച്വലി ഇപ്പോൾ ഇന്നലെ നമ്മളുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. 154 ബൈ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. സോ 154 അവിടെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ സിംഗിൾ ക്യാൻഡിലാണ് കേട്ടോ. 154 അവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ളൊരു ബൈയൊക്കെ മുകളിലോട്ട് പോയി 154.80 അടുത്തൊക്കെ വന്നതാണ്. പക്ഷേ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ കൊണ്ടുപോയിട്ട് 153.18 നമ്മുടെ 153.20 3.0 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് പറഞ്ഞത്. അപ്പോഴേ അടിച്ചു പോയി. പക്ഷേ അടിച്ചു പോയതുകൊണ്ട് എന്താ, നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി 152 എന്നുള്ളൊരു ബൈ എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി വന്ന് കിടപ്പുണ്ട്. പക്ഷേ അത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ജപ്പാനിൽ ഓക്കെ, ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി JPY. പക്ഷേ ഞാൻ എടുത്തു, എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ജപ്പാനിലെ സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ മാറി, അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ഗവൺമെൻറ് പിരിച്ചുവിട്ടു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം റീഎലക്ഷൻ നടക്കും. ഓക്കെ, ഇപ്പോൾ റീഎലക്ഷൻ നടക്കുന്നത് ഫെബ്രുവരി 8 സോ ആ ഒരു ഫെബ്രുവരി 8 എന്ന് പറയുന്ന ആ ഒരു ദിവസം വരെ JPYയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അത്ര സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള അത് 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 ഉറപ്പായിട്ടും അത് നടക്കും എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് JPYയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ JPYയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇന്ന് അവസാനിക്കുന്നത് 152 മുകളിലാണ്. നാളെ രാവിലെ 7:30 മണിക്കും 152 മുകളിലാണ് എങ്കിൽ നമുക്ക് 152 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതാണ് സേഫായിട്ടുള്ളൊരു കാര്യം. അത് ഒരു ഈ അൺസർട്ടൺ സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ട് ലോങ്ങർ ടേമിലോട്ട് ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ടും പറയുന്നില്ല. ഒരു 60 to 70 പിപ്സിൻ്റെയൊക്കെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് മാറുക JPYയിൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. 152 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് 142 റാലിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, സോ 158 മുകളിൽ പോയി 159 വരെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കാനായിട്ടിരുന്നതാണ് കേട്ടോ. സോ ആ സമയത്താണ് ഈ ഒരു പ്രൈം മിനിസ്റ്റർ ചേഞ്ച്, അവിടുത്തെ പാർലമെൻറ്റിനെ പിരിച്ചുവിട്ട കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ടായത്. സോ അതൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മളുടെ കയ്യിലുള്ളൊരു കാര്യമില്ല. നമുക്ക് മാറി നിൽക്കാം എവിടെ വെച്ച്. നമുക്ക് ഇക്കണോമിക് കലണ്ടറിൽ ഉറപ്പായിട്ടും ഇന്ന സമയത്ത് ഇന്ന ന്യൂസ് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാം. പക്ഷേ ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറയുന്നത്. സോ 154 അവിടെ നമ്മൾ ബൈ എടുത്ത എനിക്കിപ്പം ആക്ച്വലി ഞാൻ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് $2,000 അടുപ്പിച്ച് ലോസ് ഇരിക്കേണ്ട സമയമാണ്. സോ എനിക്ക് വളരെ ചെറിയ ലോസിനകത്ത് ഞാൻ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലേ.
ഇപ്പോൾ ആ ടെൻഷനും ഇല്ല. സോ സ്റ്റോപ്പ് ലോസ് ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി പോകുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ ഗോൾഡിലോട്ട് പോയി, നമുക്ക് നേരെ നമ്മുടെ യൂറോയിലോട്ട് പോവാം. യൂറോ 1.2070 ഒക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1.20 ബ്രേക്ക് ചെയ്യാതെ നിൽക്കുന്നു. 1.2000 ബ്രേക്ക് ചെയ്യത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എൻട്രി. ഓക്കെ, നമുക്ക് ഇന്ന് ഈ ആഴ്ചയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ആഴ്ച നമുക്ക് 1.200 മുകളിലാണ് മാർക്കറ്റ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള 1.1500 എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു സേഫായിട്ടുള്ള ആ ഒരു എൻട്രി പ്ലേസ് നമുക്ക് തൽക്കാലം മറക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടിയും വരും. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് യൂറോയിൽ ട്രേഡ് എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. ഇന്ന് നമുക്ക് അവസാനിക്കുന്നത് 1.200 താഴെയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.200 താഴെയുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് കച്ചവടം തുടങ്ങാം എന്നുള്ളതാണ് യൂറോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ എനിക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല യൂറോയിൽ. ഓക്കെ, നേരെ നമ്മളുടെ USD അതേപോലെ തന്നെ താഴെ വീണ് കിട്ടിയാൽ 1.1800 കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയും ചെയ്യും. അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരാം. GBPയും ആക്ച്വലി ഇപ്പം 1.3806 നിൽക്കുന്നു. ബേസിക്കലി ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് ഉണ്ടായി താഴോട്ട് വരണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതൊരു മേജർ പോയിൻറ്റ്സ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. തൽക്കാലം ഇന്ന് ഒന്നാമത്തെ കാര്യം ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അതേപോലെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് മാർക്കറ്റാണ്. ഗോൾഡൊക്കെ ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു. ഇതൊക്കെ വേണ്ടാത്ത മൂവ്മെൻ്റൊക്കെയാണ് GBPയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞതിൻ്റെ 16-ാം തീയതി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 1.33 നിൽക്കുകയായിരുന്നു. ഓക്കെ, 16-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 1.33 നിൽക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് 5000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായി. ഇങ്ങനെയൊക്കെ മൂവ്മെൻറ്റ് GBPയിലൊക്കെ ഉണ്ടാകുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി 5000 പിപ്പിൻ്റെ അല്ല, മീൻസ് 500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് GBPയിലുണ്ടായി ഒരു 3-4 ദിവസം കൊണ്ടിട്ട്. സോ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് GBPയിൽ നോർമലി ഉണ്ടാകുന്നതല്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ ഇതൊരു ജംഗ്ഷനാണ്. 1.3800 ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് ഇന്ന് രാത്രി 1.3800 മുകളിലും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.3800 മുകളിലുമാണ് എങ്കിൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മുടെ ഗോൾഡ് ആശാനിലോട്ട് പോകാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. മാർക്കറ്റ് 5267 ഒരു സപ്പോർട്ടോ ഒന്നുമില്ല. വീഴുകയാണെങ്കിൽ ഒറ്റയടിക്ക് വീണു പോകും. മനസ്സിലായില്ലേ? ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ? കുറച്ചാൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് ഇനിയും ഓടും. ഓക്കെ, ഉറപ്പായിട്ടും ഇന്ന് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ടും മാർക്കറ്റ് ഓടും, നല്ല രീതിയിൽ ഓടും. എങ്ങോട്ടൊന്നില്ലാത്ത ഓട്ടം ഓടും 12:30 മണിക്ക്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറിയിരിക്കുക, നിങ്ങളുടെ ലെവൽസിൽ വന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാനൊരു ബൈ എൻട്രി ഇട്ട് വെച്ചിട്ടുണ്ട് ഗോൾഡിൽ. അത് 5000-ലാണ്. 5000-ൽ ഇട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബൈ എടുക്കും. അല്ലാത്ത പക്ഷം ഞാൻ മാറി നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ സമയമുണ്ട്. മാർക്കറ്റ് എവിടെയും പോകത്തില്ലല്ലോ. പിന്നീട് ഇന്ന് ഞാൻ എടുക്കും ഒരു ട്രേഡ്. JPY 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബൈ ചെയ്യും. സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ബൈ ചെയ്യും. അത് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എത്തിക്കഴിഞ്ഞാൽ 152.1 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ബൈ ചെയ്യും. ഇല്ലാത്ത പക്ഷം ഞാൻ ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കത്തില്ല എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ പുതിയ റേറ്റുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലോങ്ങർ ടേമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. സോ അവർ കൊടുക്കുന്ന ബോണസ് ഓൾമോസ്റ്റ് ആദ്യത്തെ $1000 50% ബോണസാണ് തരുന്നത്. 1000 ഇടുന്ന ഒരാൾക്ക് $1500 ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഓക്കെ. അതേപോലെ ബാക്കി എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കൊടുക്കുന്നുണ്ട്. ബാക്കി യൂറോപ്പിൽ പുറത്തുള്ള ആൾക്കാർക്ക് ആദ്യത്തെ $1000 100%, 1000 ഇടുന്ന ആൾക്ക് $2000 ബോണസാണ് കമ്പനി കൊടുക്കുന്നത്. ഓക്കെ. സോ ഭയങ്കരമായ ബോണസുകൾ നടക്കുന്നുണ്ട്. ആ കിട്ടുന്ന ബോണസ് നിങ്ങൾ GBP, USD JPY പോലത്തുള്ള കറൻസീസിൽ ലോങ്ങർ ടേമിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ടേഡിൽ അക്കൗണ്ട് തുടങ്ങേണ്ട എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റാർട്ടഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.